ഗതാഗത കുരുക്കിൽ വലഞ്ഞ പഴയങ്ങാടി പട്ടണം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെടുന്നത്. വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ നഗരത്തിൽ ഗതാഗത കുരുക്ക് പതിവാണ്. കുരുക്കഴിക്കാൻ നടപടിയില്ലെന്ന ആക്ഷേപവും വ്യാപകമാണ്. പഴയങ്ങാടി നഗരത്തിലെ ഗതാഗത കുരുക്ക് വാഹനയാത്രക്കാരെ വലയ്ക്കുകയാണ്. മണിക്കൂറുകളോളമാണ് വാഹനയാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെടുന്നത്. ചെറുകുന്ന് താവം മേൽപ്പാലം മുതൽ അടുത്തില വരെ നീളും വാഹനങ്ങളുടെ നീണ്ട നിര. വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. റോഡരികിലെ അനധികൃത പാർക്കിംഗും കൃത്യമായ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്താത്തതും ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാണ്. പഴയങ്ങാടി, മാട്ടൂൽ, പുതിയങ്ങാടി, വെങ്ങര, മുട്ടം, ഏഴോം, തളിപ്പറമ്പ് ഭാഗങ്ങളിലേക്കുള്ള ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെടുന്നുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുരുക്കിൽപ്പെടുന്നത് പതിവാണ്. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരുമാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പോലീസിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്നത് മാട്ടൂര്, ബീച്ച് റോഡ്, വെങ്ങര, മുട്ടം, പുതിയങ്ങാടി ഭാഗത്ത്. ഇത് വൈകുന്നേരം ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞങ്ങളിവിടെ ഓട്ടോ എടുക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ വൈകിട്ട് പോയത് വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും ഒരു പണിയുമില്ല. ഇത് മാത്രമല്ല, വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം വാഹനങ്ങൾ പോകുന്നു. പ്രൈവറ്റ് വാഹനങ്ങളും മറ്റ് മോട്ടോർ സൈക്കിളും ഒക്കെ ഡബിളിൽ പോകുന്നതുകൊണ്ട് ഈ ഉള്ള റഷ് തന്നെ രൂക്ഷമാണ്. ദയവായി അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധ പതിപ്പിച്ച് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട ചരക്ക് വാഹനങ്ങൾ ഭൂരിഭാഗവും ദൂരക്കുറവ് കാരണം പഴയങ്ങാടി വഴി കടന്നുപോകുന്നത് ഗതാഗത കുരുക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കഴിക്കാൻ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.